ഹായ്. അപ്പം കഴിഞ്ഞ 2 വീക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എക്സാമിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പം അതായത് നവംബർ 17 തൊട്ട് നവംബർ 21 വരെയും അതേപോലെ നവംബർ 24 തൊട്ട് നവംബർ 28 വരെ ഈ 2 വീക്കാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഈ 2 വീക്കിൽ എൻ്റെ ട്രേഡിങ്ങിലെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ വീക്ക് അതായത് നവംബർ 17 തൊട്ട് നവംബർ 21 വരെ എനിക്ക് ടോട്ടൽ 4 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ട്രേഡ് ഓപ്പർച്യൂണിറ്റി. ഞാൻ അതിൽ ആ പറഞ്ഞ 2 ട്രേഡ് ഓപ്പർച്യൂണിറ്റി മാത്രമേ എടുത്തുള്ളൂ. ആ 2 ട്രേഡും SL ഹിറ്റ് ആയിട്ടുണ്ട്. 2 ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ 2 TP ഹിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അതേപോലെ തന്നെ നവംബർ 24 തൊട്ട് 28 കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീക്ക് 4 ട്രേഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 4 ട്രേഡ് SL ഹിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഒരു നല്ലൊരു മൂവ്മെന്റ് അല്ലായിരുന്നു. അതായത് കുറെ വിക്കും കാര്യങ്ങളും അങ്ങനെ കുറെ ചുമ്മാ അനാവശ്യം അതായത് ഭയങ്കര വോളട്ടൈലാണ്. പക്ഷെ ആ ഒരു ഇതിലല്ല പോകുന്നത്. അപ്പൊ അത് കാരണം തന്നെ വളരെ മോശമായൊരു മൂവ്മെന്റ് ആണ് ഇപ്പൊ മാർക്കറ്റിൽ. അത് കാരണം കഴിഞ്ഞ ഒരു വീക്ക് നെഗറ്റീവ് ആയിരുന്നു. അതുപോലെ ഇനിയുള്ളൊരു വീക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ക്യാൻഡിൽസ് ആണ് വരുന്നത്, പക്ഷെ ഭയങ്കര വലിയ വിക്കാണ്. അത് കാരണം നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തന്നെ അത് SL ഹിറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഈ 2 വീക്ക് അതായത് നവംബർ 17 തൊട്ട് 21 വരെ അതേപോലെ നവംബർ 24 തൊട്ട് 28 വരെ ഞാൻ ഈ 2 വീക്കും എൻ്റെ റിയൽ അക്കൗണ്ടിലാണ് ട്രേഡ് എടുത്തത്. ആ റിയൽ അക്കൗണ്ടിൽ അങ്ങനെ ട്രേഡ് എടുത്ത് ആദ്യത്തെ വീക്ക് -2%, രണ്ടാമത്തെ വീക്ക് -4%, അങ്ങനെ -6% വന്നു. അപ്പൊ എൻ്റെ അക്കൗണ്ട് ബാലൻസ് നല്ലോണം കുറഞ്ഞു. അപ്പോഴാണ് ഇതുപോലെ QT ഫണ്ടിന്റെ ഒരു ഓഫർ ഞാൻ കണ്ടത്. അതായത് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടും കൂടെ ഫ്രീ കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് ഫ്രൈഡേയുടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ റിയൽ അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് വിഡ്രോ ചെയ്തിട്ട് QT ഫണ്ടിന്റെ ഒരു അക്കൗണ്ട് എടുത്തു 5Kയുടെ. അപ്പൊ ആ ഒരു 5Kയും കൂടെ ഫ്രീ കിട്ടി. അപ്പൊ ഞാനിപ്പം ഈ ഒരു വീക്ക് ട്രേഡ് ചെയ്യുന്നത് ആ ഒരു 5Kയുടെ അക്കൗണ്ടിലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു മാരത്തോൺ ഓടാൻ പോയായിരുന്നു. അപ്പം ഞാൻ ഡെയിലി അതായത് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് തൊട്ട് തന്നെ ഞാൻ ഡെയിലി ഓടാൻ പോകാറുണ്ട് എല്ലാ ദിവസവും. അതേപോലെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. അപ്പം അത് ഞാൻ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ അതായത് ഈ മാരത്തോൺ ഓടുമ്പം എന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പം ഞാൻ എല്ലാ ദിവസവും 3 കിലോമീറ്റർ വെച്ചായിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ ഓടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 5 കിലോമീറ്റർ ആക്കി. പിന്നെ ഈ മാരത്തോൺ അതായത് നവംബർ 30-നായിരുന്നു മാരത്തോൺ, ഞായറാഴ്ച രാവിലെ ആയിരുന്നു. അപ്പം ഈ നവംബർ 30-നുള്ള മാരത്തോൺ ഞാൻ അന്ന് നടക്കും എന്നറിഞ്ഞത് ഒരാഴ്ചക്ക് മുമ്പാണ്. അപ്പം ഈ ഒരാഴ്ചക്ക് മുമ്പ് അറിഞ്ഞ് ഞാൻ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഈ ഒരാഴ്ച ഫുള്ള് ഞാൻ 10 കിലോമീറ്റർ വെച്ച് ഡെയിലി ഓടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ കാരണം കൊണ്ടും കൂടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അതേപോലെ അത് ഓടി കിട്ടിയതിൻ്റെ മെഡലാണ് ഇത്. പിന്നെ ആ ഒരു മാരത്തോൺ ഓടിക്കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു കേറ്ററിങ്ങിന് പോയി. കാരണം ഈ ഒരു മാസത്തെ EMI അടക്കമുള്ള ഫണ്ട് എനിക്ക് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു EMI അടക്കമുള്ള ഫണ്ട് ഇനി സെറ്റ് ആക്കണം. അപ്പം ഇനിയിപ്പം നാളെ ഈ ഒരു വീക്ക് ഫുൾ എനിക്ക് സൊമാറ്റോ ഓടാൻ പോകണം. പിന്നെ ഞാൻ ആ മാരത്തോൺ ഓടിക്കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കേറ്ററിങ്ങിനും പോയി. അപ്പം ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് പിന്നെ ഈ ശനി ഞായറൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ഞാൻ ഇന്നാണ് കഴിഞ്ഞ 2 വീക്കിലെ കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 2 വീക്കിലെ ട്രേഡിങ്ങിന്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇനി കഴിഞ്ഞ 2 വീക്കിൽ ഞാൻ എടുത്ത എൻട്രീസ് നോക്കാം. അപ്പം ആദ്യത്തെ വീക്ക് അതായത് നവംബർ 17-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് അന്ന് 2 ട്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വീക്കിൽ തന്നെ എനിക്ക് വേറെ 2 ട്രേഡും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് 2 TP അടിച്ചിട്ടുണ്ട്. ഈ 2 ട്രേഡ് ഞാൻ എടുത്തത് 2 SL ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഇതാണ് ഞാൻ ആദ്യം എടുത്ത ട്രേഡ്. ഇത് കറക്റ്റ് 12:45, അതായത് ഉച്ച 12:45 ആയപ്പം ആദ്യത്തെ ട്രേഡ് ട്രിഗർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ്, അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ തന്നെ അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് 2 SL ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ ആ ഒരു വീക്കിൽ എടുത്ത എന്റെ 2 ട്രേഡ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നവംബർ 20, അതായത് അടുത്ത വീക്ക് നെക്സ്റ്റ് വീക്കിൽ ഞാൻ
അതും തിങ്കളാഴ്ച ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാനവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെൽ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് 1 മണിയായപ്പോഴത്തേനും ടാപ്പായി. പക്ഷെ അത് ഒരു പകുതി, അതായത് ഞാനിപ്പം എടുക്കുന്ന ട്രേഡിങ് ആ ഒരു സൈസ് എന്ന് പറയുമ്പോഴത്തേന് 50 പിപ്പ് എസ് എല്ലും 100 പിപ്പ് ടി പി ആണ്. അപ്പം ഇത് ഏകദേശം 50 പിപ്പോളം വന്ന് എന്നിട്ട് തിരിച്ച് എസ് എൽ ഹിറ്റായി, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച കറക്റ്റ് 10 ആയപ്പോൾ തന്നെ എനിക്ക് ആദ്യത്തെ ട്രേഡ് കിട്ടി. അത് പക്ഷേ എസ് എൽ ഹിറ്റായിട്ടത് ടി പി ഹിറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബൈ നോക്കിയായിരുന്നു, അതും എസ് എൽ ഹിറ്റായി. അത് കറക്റ്റ് 1 മണിയായപ്പോഴത്തേന് എൻട്രി ട്രിഗറായി, അത് എസ് എൽ ഹിറ്റായി. പിന്നെ ബുധനാഴ്ച എനിക്ക് 6:30 വരെയാണ് ഞാൻ എൻട്രി നോക്കുന്ന ടൈം. അപ്പം ബുധനാഴ്ച നോക്കിയപ്പോഴത്തേന് 6 മണിയായപ്പോഴത്തേന് ഒരു കറക്റ്റ് വൈകിട്ട് 6 മണിയായപ്പോഴത്തേന് എനിക്കൊരു എൻട്രി ട്രിഗറായി. ഞാൻ അവിടെ ലിമിറ്റ് എൻട്രി ഇട്ട് വെച്ചിരുന്നു, ട്രിഗറായി, അത് എസ് എൽ ഹിറ്റായി. അപ്പം ആ ഒരു വീക്ക് ഇത്രയും ട്രേഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഇതാണ് കഴിഞ്ഞ 2 വീക്കിൽ ഞാൻ എടുത്ത ട്രേഡ്സ്. പിന്നെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാനായിട്ട് എൻ്റെ ആ ഒരു അക്കൗണ്ടില്ല, കാരണം ഞാനിത് ലോഗൗട്ട് ചെയ്തു. കാരണം ഞാൻ അതിനകത്ത് ഫണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്നിട്ട് ഞാൻ ലോഗൗട്ട് ചെയ്തു, എന്നിട്ട് QT ഫണ്ട് എടുത്തു. അപ്പം ഇതാണ് ഞാൻ എടുത്ത QT ഫണ്ടിന്റെ അക്കൗണ്ട്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ 3 അക്കൗണ്ട് കാണാം. ഇത് ഈ ഒരു 100K ഞാൻ എടുത്ത അക്കൗണ്ട് അല്ല, അതായത് ഇത് ട്രേഡേഴ്സ് കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാ മന്തും. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു അക്കൗണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ സ്പ്രെഡ് അറിയാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാനിത് ട്രേഡൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് സ്പ്രെഡ് മാത്രം നോക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓഫർ വെച്ചിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ, അത് വെച്ചിട്ട് ഞാൻ ഒരു അക്കൗണ്ട് എടുത്ത് 5K അക്കൗണ്ട്. അപ്പം 5K അക്കൗണ്ട് എടുത്ത് ഈ ഒരു അക്കൗണ്ട് എടുത്ത് തന്നപ്പം എനിക്ക് ഒരു 5K കൂടെ ഫ്രീ കിട്ടി. ഇതാണ് ഈ ഒരു അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീക്ക് ട്രേഡ് ചെയ്യുന്നത്. മറ്റേ അക്കൗണ്ടിൽ ഞാൻ ചെയ്തിട്ടില്ല, അത് അടുത്ത വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പം ഈ ഒരു വീക്കിൽ ഞാനിത് വെച്ച് ട്രേഡ് ചെയ്തു. തിങ്കളാഴ്ച ഇന്നലെ എസ് എൽ അടിച്ചു, അതുപോലെ ഇന്ന് ഒരു ട്രേഡ് എസ് എൽ അടിച്ചു. അപ്പം ഇതിപ്പം -2%. അപ്പം ഇതാണ് എൻ്റെ QT ഫണ്ടിന്റെ അക്കൗണ്ട്. അപ്പം അതേപോലെ ഇനിയും ഈ ഒരു വീക്കിന്റെ അനാലിസിസ് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം.